നമ്മൾ ആരാണ്? ഞാൻ ദേവനാണ്, അതായത് ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മകൻ ദേവനാണ്. സങ്കീർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞു. 100%. ദൈവം നമ്മളെ കുറിച്ച് ദൈവം എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അതെ അല്ലേ? അതെ. മോശയെ കുറിച്ച് ദൈവം എന്താ പറഞ്ഞത്? പക്ഷേ നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ മക്കളാണ്. ആക്ച്വലി നമ്മൾ ദേവന്മാർ തന്നെയാണ് വാസ്തവം. എക്സാക്ട്ലി, അതാണ് ഇത് സത്യം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 പോസ്റ്റ് ഇട്ടപ്പോഴും 2-3 വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ഞാൻ ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞതിൽ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് ഒരുപാട് പ്രശ്നമുണ്ടായി. പുതിയൊരു ക്രൈസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഇവനെ പിടിച്ച് ക്രൂശിക്കണം കേട്ടോ, ഇറങ്ങി വരും കേട്ടോ ക്രൂശിലെന്ന്. അന്ന് യേശുവിനെ ക്രൂശിച്ചപ്പോഴത്തേക്ക് കുറേ എണ്ണം വിളിച്ചല്ലോ, ഇറങ്ങി വേണം. സോ ഇതുപോലെ ഞാൻ ജീസസ് ക്രൈസ്റ്റിനകത്തിരുന്ന അതേ ക്രൈസ്റ്റിൻ്റെ ഭാവത്തിലായിരുന്നു ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ കുറച്ച് ആൾക്കാർ പറഞ്ഞു. ഇപ്പോൾ ബൈബിളിനകത്ത് ദൈവ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? നിന്നെ ഞാൻ ഫറവോയ്ക്ക് ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന്. ഇതൊന്നും ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കൊന്നും ഈ വാക്കുകളൊന്നും കാണാൻ, അല്ല ഇതൊക്കെ പ്രസംഗിക്കാനല്ലേ അവർക്ക് അറിയത്തുള്ളൂ, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാമെന്നുള്ളത് അറിയത്തില്ലല്ലോ. സോ ദൈവത്തിന് ഫറോയുടെ ദൈവമായിട്ട് മോശ വയ്ക്കാൻ ദൈവത്തിന് പ്രശ്നമില്ല, അഹരോൻ്റെ ദൈവമായിട്ട് മോശ വയ്ക്കാനായിട്ട് ദൈവത്തിന് മോശയ്ക്ക് ആ പദവി കൊടുക്കാൻ പ്രശ്നമില്ല. ദൈവത്തിന് പ്രശ്നമില്ല, മനുഷ്യർക്ക് ആ പ്രശ്നം. സത്യം പറഞ്ഞാൽ ഈ ലോകം വല്ലാത്തൊരു വേദന തരുന്ന ലോകം. അത് കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ ദേവന്മാരെന്ന് നമ്മളെക്കുറിച്ച് സങ്കീർത്തനം പറയുന്നു അല്ലേ? ദൈവവും അങ്ങനെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ ദേവന്മാർ തന്നെയാണ്. 100%. അപ്പോൾ ദേവാലയം എന്തോ പറഞ്ഞല്ലോ, ഞാൻ ബ്രദറിനോട് ഈ ദേവന്മാർ വസിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തെ ആസ്വദിക്കുന്ന ആത്മാവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും താമസിക്കേണ്ടത് ദേവാലയത്തിലാണ്. അതായത് അവരവരുടെ ഭവനം തന്നെയാണ് ദേവാലയം. ഓക്കെ, അത് യേശു ക്രിസ്തുവും പറഞ്ഞല്ലോ, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയ്ക്കകത്ത് കടന്ന് കഥ കടച്ച് അപ്പോൾ മോശയോട് പറഞ്ഞെന്താ? സമാഗമന കൂടാരം. നീ വാ, ഞാനും വരാം. ആ സംഗമിക്കുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം. അതെവിടെയാ? അതെവിടെയും ആകാം. നീ യാത്ര പോകുമ്പോഴെല്ലാം ഈ സമാഗമന കൂടാരത്തെ എടുത്തോണ്ട് പോകും. അപ്പോൾ ബ്രദർ ഇപ്പം ഇവിടെ ഇരിക്കുക. അപ്പം ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾ ദൈവം തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പുനലൂരിൽ നിങ്ങളുടെ ഭവനത്തിൽ പോകും. അപ്പോൾ പിന്നെ നിങ്ങളുടെ സമാഗമന കൂടാരം അവിടെയാ. അപ്പം നിങ്ങൾ പോകുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും അതുണ്ട്. എവിടെ അവനെ ആഗമിക്കുന്നു അവിടെ സമമായിട്ട് ദൈവം നമ്മളോട്. അതെ, ആ സമാഗമന കൂടാരമാണ് പിന്നെ പെർമനന്റ് ആയപ്പോൾ ദേവാലയമായി മാറിയത്. ദൈവത്തിന്റെ മക്കൾ വസിക്കുന്ന ആ കുടുംബം വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ഞാനൊരു വീട് വെച്ചാൽ ദൈവാലയം പോലെ വെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ മേളിൽ കയറ്റി വെച്ചിട്ടല്ല. ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനം അനുസരിച്ച് ഞാൻ വീട് വെക്കാം.